അഷറഫ് കൂട്ടായ്മയിലൂടെ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ലഹരിയെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ യുവത്വം, അവരുടെ ക്യാപ്ഷൻ തന്നെ യുവത്വം ലഹരിയിൽ പൊലിക്കാനുള്ളതല്ല എന്നുള്ളത് കൂടിയാണ്. ഇന്ന് നമ്മുടെ തലമുറ യുവത്വം ഏറെ അടിമപ്പെട്ടു പോകുന്നത് ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ അവരുടെ ഒരു കൂടലിൻ്റെയോ ഭാഗമായിട്ട് തുടങ്ങുന്ന ഒരു ഉപയോഗം പിന്നീട് അത് വലിയ രീതിയിൽ അവരുടെ ഭാവിയെയും അവരുടെ കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ യുവത്വം ഉപയോഗിക്കുന്ന ലഹരികൾ എങ്ങനെയാണെന്ന് പോലും ഒരു രക്ഷിതാക്കളായ ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റ് സാധാരണക്കാരോ ഒരാൾക്ക് പോലും അറിയില്ല. അത്തരത്തിലുള്ള ലഹരികളാണ് ഇന്ന് വിപണി എന്ന് പറയാൻ പറ്റില്ല, അതിനായിട്ടുള്ളൊരു ഏജൻസികളും അതിന് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ആളുകളും നമുക്കിടയിലുണ്ട് എന്നുള്ള സത്യം നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളായാലും സമൂഹമായാലും നമ്മളത് കരുതിയിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടും ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ കേരളത്തെ ലഹരി മുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു കൂട്ടായ്മ. അതുപോലെ തന്നെ ഒരു സമൂഹത്തെ രക്ഷിച്ചെടുക്കുന്നതിന് നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലൊരു ലഹരി മുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുമാത്രമല്ല, ആരെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ, അല്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്നൊരു വിഷയമല്ലല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. അത്തരത്തിലേക്ക് മനസ്സ് പോവാതെ അവരെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി നാം എല്ലാവരും മുന്നോട്ട് വരിക എന്നുള്ളത് വലിയൊരു പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യമാണ്. കേരളത്തിൻ്റെ പുറത്ത് ഒരു പഠനത്തിന് പറഞ്ഞയച്ചൊരു കുട്ടിയാണ്. അവർ 2 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. 10 ദിവസം വീട്ടിലിരുന്നിട്ട് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ കുട്ടി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കുട്ടിയുടെ കുടുംബം എന്ന് പറഞ്ഞതിൽ അവരുടെ അമ്മ, ഈ കുട്ടിയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം, എത്രയോ ചെറുപ്പത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം 2 കുട്ടികളാണ് അവർക്കുള്ളത്. മൂത്ത ഒരു ആൺകുട്ടിയാണ്, ഇനിയൊരു പെൺകുട്ടിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെ അത്രയും കഷ്ടപ്പെട്ട് ചെറിയൊരു രീതിയിലുള്ളൊരു തൊഴിൽ ചെയ്തുകൊണ്ടാണ് ഈ കുട്ടിയെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അയക്കുന്നത്. പക്ഷേ ആ കുട്ടിയെ അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് അധ്യാപകർ വിളിക്കുന്നത്. ആ കുടുംബം എത്രത്തോളം വലിയൊരു ദുഃഖത്തിലേക്കാണ് പോയതെന്ന് ഞാനത് അനുഭവിച്ച ഒരാളാണ്. അപ്പോൾ ഇത് ഈ ഒരു കാര്യമല്ല, ഒട്ടനവധി കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ രക്ഷിതാക്കളായാലും ആ കുട്ടി അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഭാവിയിൽ രക്ഷിക്കാൻ നമുക്ക് ഒരു പരിധി വരെ കഴിയും. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കളായ വിചാരിക്കുമ്പോൾ എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത്. പക്ഷേ ആ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ലായിരുന്നു എന്നാണ് കേട്ടത്. അത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അവരുടെ എല്ലാവരും കൂടി നീയും കഴിക്കുക എന്ന് പറഞ്ഞു ഉണ്ടായതാണ്. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഭാവി അവൻ്റെ സുരക്ഷിതമാവാൻ ഇടയുണ്ട്. ഇല്ലെങ്കിൽ എന്താവും, വീണ്ടും വീണ്ടും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും മുക്തി നേടാനുള്ളൊരു അവസരം പോലും ആ കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്നൊരു സമൂഹമായിട്ടുണ്ട്. അവർ ഒരു ലഹരി ഉപയോഗിക്കുന്നത്, പണ്ടൊക്കെ നമുക്ക് ലഹരി ഉപയോഗിക്കുന്ന കുറച്ച് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവർ ലഹരി ഉപയോഗിച്ച് പോണ ഒരാളെ കണ്ട് ആടിയിട്ട് അങ്ങനെയുള്ളൊരു ലഹരിയായിരുന്നു എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് നമുക്കതൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെയൊന്നും കുടിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയ സാധനം നാവിൽ വെച്ച് കഴിഞ്ഞാൽ ലഹരിയായി. അപ്പോൾ ആ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്ഷിതാക്കളായാലും നമ്മുടെ സമൂഹമായാലും അത് അറിഞ്ഞു പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ എന്തായിരുന്നാലും ഈ സമൂഹത്തെ രക്ഷിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മുടെ യുവത്വം അവരുടെ ചെറിയൊരു നിമിഷത്തിൻ്റെ ഒരു ആനന്ദത്തിന് വേണ്ടി ഈ ലഹരി ഉപയോഗം നടത്തുന്നു. അവരുടെ വലിയ ലക്ഷ്യങ്ങൾ അവർക്ക് പൂർത്തീകരിക്കാതെ പോവുകയാണ്. അവരുടെ ശാശ്വതമായ ലക്ഷ്യങ്ങൾ അവർക്ക് ഇല്ലാതെ പോകുന്നു. അപ്പം നമുക്ക് രക്ഷിക്കാൻ അവരെ കഴിയണം. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ ഇത്തരം കൂട്ടായ്മകൾക്കാവും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ള. എന്തായിരുന്നാലും ഇത്തരമൊരു അഷറഫ് കൂട്ടായ്മയിലൂടെ ഒരു ലഹരി മുക്ത ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങളുടെ ഈ പങ്കിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുകയാണ്.